18 പേരിൽ അവസാനിക്കില്ല. കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം അന്വേഷണം അഴകുഴമ്പനാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവസാന പ്രതിയും അകത്താകുന്നതുവരെയും എല്ലാവർക്കും കടുത്ത ശിക്ഷ ലഭിക്കുന്നതുവരെയും പോരാട്ടം തുടരും. ഇനിയൊരു വിദ്യാർത്ഥിയും SFIയുടെ താലിബാനിസത്തിന് ഇരയാവരുത്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ചിലത് അടയാളപ്പെടുത്താനുണ്ട്, അതിലേക്ക് പോവാം. വയനാട്ടിലെ വൈത്തിരി പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ 2ാം വർഷ BVSSC വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ്. ഫെബ്രുവരി 18-ന് കോളേജിലെ ഹോസ്റ്റൽ മുറിയിലാണ് സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് അമ്മയോട് സിദ്ധാർത്ഥ് സംസാരിച്ചിരുന്നു. ഇതിൽ ആത്മഹത്യാ സൂചനയുള്ള ഒരു സംഭാഷണവും ഉണ്ടായില്ലെന്ന് സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രൂരതയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകളും തെളിവുകളും ജനം TVയിലൂടെ ലോകത്തെത്തുന്നത്. ഫെബ്രുവരി 14-ന് വാലന്റൈൻസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം നൃത്തം ചെയ്തതിൻ്റെ പേരിൽ SFI പ്രവർത്തകർ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കി. വിദ്യാർത്ഥികളുടെ മുന്നിൽ വച്ച് സിദ്ധാർത്ഥിനെ വിവസ്ത്രനാക്കി മർദ്ദിച്ചു. 3 ദിവസം രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഹോസ്റ്റലിൽ വച്ചും ഈ ക്രൂരത തുടർന്നു. എന്നിട്ടും കോളേജ് അധികൃതർ SFIയുടെ ഈ കാടത്തത്തിനെതിരെ നടപടിയെടുക്കുകയോ പോലീസിൽ പരാതി നൽകുകയോ ചെയ്തില്ല. ഗുരുതര വീഴ്ചയായിരുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിദ്യാർത്ഥികളെ താലിബാൻ മാതൃകയിൽ വിചാരണ നടത്താൻ കോളേജിലും ഹോസ്റ്റലിലും SFI പ്രത്യേക ഇടിമുറികൾ വരെ സജ്ജമാക്കിയിരുന്നു. SFIയുടെ ഗുണ്ടായിസം പുറത്തായതോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിഷയത്തിൽ ഇടപെട്ടു. സംസ്ഥാന പോലീസ് മേധാവിയോടും വെറ്ററിനറി സർവകലാശാല VCയോടും ഗവർണർ വിശദീകരണം തേടി. പിന്നാലെ കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. മാർച്ച് 1-ന് ഗവർണർ തിരുവനന്തപുരത്തുള്ള സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഈ ക്രൂരതയ്ക്ക് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരുമെന്നും ശിക്ഷ വാങ്ങി നൽകുമെന്നും ഗവർണർ ഉറപ്പു നൽകി. SFI activists being involved, everybody is, even police is admitting it. The university is also admitting it. We have lost a young, bright student. I immediately wrote to the DGP. I have received a reply and I shall continue to monitor it because father is not satisfied with the provisions of IPC which have been invoked. അപ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും കൈകഴുകി. സംഘടനയിലെ അംഗങ്ങൾ നടത്തുന്ന അക്രമങ്ങൾക്ക് SFIക്ക് പങ്കില്ലേ എന്ന ജനം TV റിപ്പോർട്ടറുടെ ചോദ്യത്തിനെതിരെ ആർഷോ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. SFIയുടെ പേര് പറഞ്ഞാണ് ഇത് കാട്ടിയെന്ന് നിങ്ങളോട് ആരോ പറഞ്ഞേ? നിങ്ങൾക്ക് എവിടെ നിട്ടി വരാ? അല്ല എവിടെ നിട്ട് ജനമല്ലേ? അല്ല ജനമല്ലേ? അല്ല 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 ഒരു സെക്കൻഡ് അല്ല, ഈ ജനം TVയുടെ റിപ്പോർട്ടർക്ക് എവിടെ നിന്ന് കിട്ടി വരാ? SFIയുടെ പേര് പറഞ്ഞാണ്. അല്ല അങ്ങനെ അല്ല, അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചു. അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്. അതല്ലല്ലോ അല്ല, ആയിക്കോട്ടെ. ആര് പറഞ്ഞു? നിങ്ങൾക്ക് എവിടെ നിട്ടി വരാ? അത് പറഞ്ഞു എവിടെ നിട്ടി വരാ ആണെന്ന് നിങ്ങൾക്ക് എവിടെ നിട്ടി വരാ? അല്ല ഞാൻ ചോദിക്കുന്നത്, അല്ല ഞാൻ നിങ്ങളെ ചോദ്യം അല്ലല്ലോ, നിങ്ങൾ പറഞ്ഞതല്ലോ, നിങ്ങൾ പറഞ്ഞതല്ലോ. ABVP അടക്കമുള്ള യുവജന സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയതോടെ സർക്കാരും പോലീസും പ്രതിരോധത്തിലായി. ഒടുവിൽ സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് കാരണക്കാരായ 18 പ്രതികളും പോലീസിൻ്റെ പിടിയിലായി. കേരള പോലീസ് അന്വേഷിച്ചാൽ പ്രതികൾ സംരക്ഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഗവർണർ സർക്കാരിനെ ഞെട്ടിച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഹൈക്കോടതിക്ക് കത്തും നൽകി. കോളേജിൽ SFIയും നിരോധിത ഭീകര സംഘടനയായ PFIയും തമ്മിൽ കൂട്ടുകെട്ടുണ്ടെന്നും ഗവർണർ ആവർത്തിച്ചു തുറന്നടിച്ചു. And what I had said earlier, that SFI and PFI are working together. I have received reports from Wayanad
that some of these people who are involved, they are sympathizers of PFI. So it is a clear-cut failure on the part of the university authorities. പൂക്കോട് വെറ്ററിനറി സർവകലാശാല VC MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത ഗവർണർ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നൽകിയ വാക്ക് പാലിച്ചു. കേവലം മരണമല്ല, കൊലപാതകം തന്നെയാണ് SFI നടത്തിയതെന്ന് സംസ്ഥാനത്തിന്റെ ഭരണതലവൻ ആഞ്ഞടിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. ഗവർണറുടെ നടപടികളെ നട്ടലുള്ള തീരുമാനമെന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ വിശേഷിപ്പിച്ചത്. VC-യുടെ ജോലി അതിനെ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്തത്, അല്ല വെറുതെ സസ്പെൻഡ് ചെയ്യില്ലല്ലോ. പുള്ളിയുടെ ജോലി നല്ലവണ്ണം ചെയ്ത് കാണില്ല. ഇത്രയും വലിയ ഒരു കൊലപാതകം നടന്നിട്ട് എന്ത് ആക്ഷൻ എടുത്തു? ഒരു ആക്ഷനും എടുത്തില്ല. ഗവർണറുടെ നിലപാടിനൊപ്പമാണ് കേരളത്തിലെ പൊതുസമൂഹവും. കലാലയങ്ങളിലെ SFI PFI കൂട്ടുകെട്ടുകളാണ് ഇത്തരം ആൾക്കൂട്ട വിചാരണകൾക്ക് തിരികൊളുത്തുന്നത്. ഇടത് സംഘടനകൾ ഇത്തരം സംഭവങ്ങൾ തടയാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ കലാലയങ്ങൾ തടവറകളായി മാറും.